പലവട്ടം മാമലക്കണ്ടം വന്നിട്ടുണ്ടാവും, പക്ഷെ മഴ പെയ്യുമ്പോൾ മാമലക്കണ്ടം വന്നിട്ടുണ്ടോ? ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ ഹെവി ആയിട്ടുള്ള ഒരു മഴ കഴിഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കട്ടെ. ഞങ്ങൾ നിൽക്കുന്നത് മുനിയറയിലാണ്. മാമലക്കണ്ടത്തെ ഏറ്റവും അടിപൊളി ഒരു സ്പോട്ടാണ്. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അപാര വ്യൂ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് മഴ പെയ്ത് കഴിയുമ്പോൾ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണാം. അതാണ് കൊയിനിപ്പാറ. അതിൻ്റെ ടോപ്പിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. ഇങ്ങനെ താഴേക്കുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ മലക്കപ്പാറ വരെയുള്ള വ്യൂ കിട്ടും. ഞങ്ങളിത് ജീപ്പിനാണ് വന്നത്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇതൊരു ഓഫ് റോഡ് ഡെസ്റ്റിനേഷനാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മുനിയറ കാണാം, വ്യൂ പോയിന്റ് കാണാം. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ മുകളിലുള്ളൊരു വ്യൂ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ പലപ്പോഴും മാമലക്കണ്ടമൊക്കെ വന്നിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾ ചിലപ്പോൾ റോഡ് വഴി പോയി സ്കൂൾ കണ്ട് മടങ്ങുന്നവരായിരിക്കാം. പക്ഷേ മൺസൂൺ ടൈമിൽ മാമലക്കണ്ടം വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ഇനി നിങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായും മുനിയറയും മാമലക്കണ്ടം ചെയ്യുക. ഇവിടെ ഒരു മുനിയറയുണ്ട്. മുനിയറേനെ നമ്മൾ ഒരു വളരെ പഴക്കം ചെന്ന ഒരു മുനിയറയാണ്. അവിടുത്തെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് മഴ പെയ്തില്ലെങ്കിൽ പെയ്യാനായിട്ട് ഇവിടെയുള്ള നാട്ടുകാർ പായസം വെച്ച് നേദ്യം അർപ്പിച്ചു കഴിഞ്ഞാൽ മഴ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. അങ്ങോട്ടേക്ക് താഴേക്ക് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ മഴയത്തുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനോഹര കാഴ്ചകൾ കാണാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക.